ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേന്ന് എൻ്റെ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വിശേഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ എൻ്റെ ഫോൺ എന്താണെന്നറിയില്ല, കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ രാവിലെ പോയി കാണിച്ചപ്പോൾ സിമ്മ് ഡാമേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉമ്മച്ചിൻ്റെ പേരിൽ സിം ആയതുകൊണ്ട് ഉമ്മച്ചി എന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വൈകിട്ടായപ്പോൾ അതേ ഓഫീസൊക്കെ വിട്ട് വന്നതിന് നോമ്പുറത്തേണ്ടൊക്കെ ഉമ്മച്ചിനെയും കൂട്ടി സിമ്മൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മച്ചിക്ക് ഉപ്പ് സോഡ വേണമെന്ന് പറഞ്ഞാൽ ഉപ്പ് സോഡയൊക്കെ മേടിച്ച് കുടിച്ച് ഉമ്മച്ചി അങ്ങോട്ട് പള്ളിയിലേക്ക് പോയിട്ട്, അപ്പോൾ ഞാൻ വിഷലിനൊരു കോലുമിട്ടായും പിന്നെ ഞാൻ അതൊരു വാനില സിപ്പപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചൊക്കെ ഇരിക്കണതാണ്. പിന്നെ ട്യൂഷൻ പിള്ളേരുണ്ട്, അവർ നോക്കിക്കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേരെ അടുക്കളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകണം. അപ്പോൾ ഇന്നത്തെ നാസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീഫില്ല, പത്തിരിയില്ല, പുട്ടില്ല, ഒന്നുമില്ല കേട്ടോ. ദോശയും സാമ്പാറാണ്. അപ്പോൾ കുറച്ച് ദിവസത്തേട്ടൊക്കെ ഇങ്ങനെ ദോശയും സാമ്പാറൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാരണം എപ്പോഴും ഇറച്ചിയൊക്കെ കൂട്ടി നമ്മൾ മടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ദോശയും സാമ്പാറും കൂട്ടി ഒന്ന് കഴിക്കാനൊരാഗ്രഹം തോന്നിയുകൊണ്ട് ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ സാമ്പാറൊക്കെ ഉമ്മച്ചി എല്ലാം വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വെണ്ടയ്ക്ക ഇട്ടിട്ട് എനിക്കൊന്ന് അതൊന്ന് ഉലത്തിയാൽ മതി. പിന്നെ ദോശപ്പൊടി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതിന് പുറത്ത് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ജ്യൂസിൻ്റെ പൾപ്പ് ഇങ്ങനെ അടിച്ചെടുത്ത് ഇങ്ങനെ കുപ്പിയിലാക്കി വെക്കുന്നു, അതാണ് കേട്ടോ. അത് പേരൊക്കെയാണത്. അപ്പോൾ ഇനി ദോശപ്പൊടിയൊക്കെ വേറെ പാത്രത്തിൽ മാറ്റണം. പിന്നെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ടാൽ മതി. അപ്പോൾ ഇന്ന് എനിക്കൊരു ഞാനിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കൂട്ടെ, ഞാൻ ഫസ്റ്റത്തെ ഡയലോഗ് പറയില്ലേ ഹായ് ഓൾ എന്നുള്ളത്, അത് ഞാൻ ചിലപ്പോൾ വിചാരിക്കുക ചിലപ്പോൾ ബോറായിരിക്കും ഞാൻ പറയണത് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇന്ന് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആയിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് പറയുന്നത് ചേച്ചിയുടെ ആ ഒരു ഹായ് ഓൾ ഡയലോഗ് നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെനിക്കിന്നത് കമൻറ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. അഭിഷേക് എന്നാണ് പേര്. അപ്പോൾ അഭിഷേകിനോടൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു കേട്ടപ്പോൾ. അപ്പോൾ അഭിഷേകിനും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അഭിഷേകും എനിക്കിങ്ങനെ നല്ല നല്ല കമൻസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു ലൈവ് ഇട് ചേച്ചി, അപ്പോൾ വാച്ച് അവേഴ്സ് കൂടുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാ ഇനി ലൈവ് ഇടാം കേട്ടോ. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് അഭിഷേക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ലൈവ് ഇടേണ്ടതെന്ന്. അപ്പോൾ ഞാനൊന്ന് ലൈവൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ വാച്ച് അവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ദോശയൊക്കെ ഞാൻ ഇവിടെ ചുട്ട് കൊണ്ടിരിക്കണേണ്. അപ്പോൾ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക്. എപ്പോഴും ഇങ്ങനെ ബീഫൊക്കെ കഴിച്ച് നമ്മൾ മടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു രസം തന്നെയാണ്. അപ്പോൾ എൻ്റെ കസിൻസും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, യൂട്യൂബ് നിർത്തല്ലേ വാച്ച് അവേഴ്സൊക്കെ ആയിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കസിൻസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വെച്ചപ്പോൾ വേണ്ട, എനിക്ക് മടിയാണ് ഇപ്പോൾ ഈ നേരത്ത് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കാൻ. അപ്പോൾ എന്തായാലും സാമ്പാർ തന്നെ മതി, സാമ്പാറും ദോശയും തന്നെ മതി എന്ന് വിചാരിച്ച്. അപ്പോൾ ദോശയൊക്കെ ഇടും മൊരാന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ മൊരിഞ്ഞ ദോശയാണ് ഇഷ്ടം. ഞാനതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ മൊരിയാതെ ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ല മൊരിഞ്ഞിട്ട് നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പി പോലെ എനിക്ക് അങ്ങനെ തിന്നാനാണ് ഭയങ്കര ഇഷ്ടം, സാമ്പാറും കൂട്ടിയിട്ട്. അപ്പോൾ എൻ്റെ സാമ്പാറൊക്കെ ഇവിടെ ആയി. ഞാനപ്പോൾ അത് ഓഫ് ചെയ്യണേണ്. അപ്പോൾ സാമ്പാറൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദോശക്കുള്ളതൊക്കെ ഞാൻ ഇടണേണ്. അപ്പോൾ ഞാനിവിടെ പാത്രങ്ങളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരാളുടെ ചോദിക്കും എത്ര ദോശ വേണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഇതിനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു ദോശ കരിഞ്ഞു പോയിട്ടാണ്. കരിഞ്ഞു പോയപ്പോൾ എൻ്റെ ദോശ പാനും കൂടെ നല്ല ചൂടായിപ്പോയി. അപ്പോൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒന്ന് തെളിയിച്ചിട്ട് ഒന്ന് അതിൻ്റെ ചൂട് മാറ്റണേണ്. അപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം ഉണ്ടായിട്ടാ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിങ്ങനെ പറഞ്ഞല്ലോ നിർത്തണം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നിർത്തല്ലേ അതായിക്കോളുന്നു. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ ഞാനിനി ഒരു ലൈവ് ഇടാം കേട്ടോ. ലൈവ് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഞാനപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊന്ന് പഠിച്ചിട്ട് ഞാൻ ഇടാം കേട്ടോ ലൈവ് എങ്ങനെയാണ് ഇടണമെന്ന്. അപ്പോൾ ഞങ്ങൾ ദോശയും സാമ്പാറൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ലേറ്റ് ആയിപ്പോയിട്ടോ. ഞാനൊരു 7:30 മണിയൊക്കെ ആയി എത്തിയപ്പോൾ. അപ്പോൾ ഇവിടെ എല്ലാവരും പേടിച്ച് പോയി എന്ന് പറയണ്ടായിരുന്നു എന്നെ കാണാണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഞാൻ പറഞ്ഞല്ലോ സിമ്മ് പെട്ടെന്ന് കേടായിപ്പോയി. അപ്പോൾ ഇത് രാവിലെ ആയതുകൊണ്ട് ഉമ്മച്ചി വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് സിമ്മ് രണ്ടാമത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ 7:30 മണിയായപ്പോൾ പേടിച്ച് പോയി എല്ലാവരും. അപ്പോൾ ലേറ്റ് ആയിപ്പോയി ഞാൻ എത്തിയത്. അപ്പോൾ ട്യൂഷൻ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ പിള്ളേർ ഇപ്പോൾ 2 പേരേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എക്സാം കഴിഞ്ഞ് CBSE-കാരായിരുന്നു. അവരെ എക്സാമൊക്കെ കഴിഞ്ഞ്
കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവരെ മറ്റുള്ളവർ മറ്റ് സ്റ്റേറ്റിൻ്റെതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ട്യൂഷനും കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അടുത്ത ജൂണിൽ ഇനി സ്കൂൾ തുറക്കുമ്പോഴായിരിക്കും. ഞാനപ്പോൾ ട്യൂഷൻ നിർത്തണില്ല കേട്ടോ. എന്തായാലും ഞാനിനി ആരെങ്കിലും ട്യൂഷൻ എടുക്കുമോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്യൂഷൻ എടുക്കും. കാരണം ഞാനപ്പോൾ സമയം പറയും, ഒരു 6:30 ഞാൻ വീടെത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് വരാൻ പറ്റിയെങ്കിൽ വരാം. പിന്നെ എന്തായാലും ട്യൂഷന് നിർത്തണ്ടെന്ന് വിചാരിച്ച് അതിനകത്ത് ഒന്ന് ചവറെന്തോ വേസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് കളയാൻ വേണ്ടി പോയപ്പോൾ അതിങ്ങനെ നമ്മുടെ ആടുകളെയൊക്കെ ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും കുറച്ച് പേര് കിടക്കുന്നുണ്ട്, കുറച്ച് പേര് എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ദേ ഉറങ്ങാൻ വേണ്ടി പോകണേണ്. ദോശയൊക്കെ കഴിച്ച് ഇതായി. അപ്പോൾ ഞാൻ അതേ മുറിയിലേക്കൊക്കെ വന്ന് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകണേണ്. ഇനി കിടക്കുമ്പോൾ എൻ്റെ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ പിന്നെ പറയുന്നത്, ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. എൻ്റെ ചാനൽ എല്ലാവരും കണ്ട് എനിക്ക് നല്ല നല്ല കമൻസൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.